നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവിടെ ജീവന് വേണ്ടി പെടുന്നത് എന്റെ മോളാ. നീ മാറി പ്രിയ, നീയെങ്കിലും ഒന്ന് പറ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ പ്രശ്നവും. എന്റെ മോനെ കണ്ണും കലാശം കാണിച്ച് മയക്കി ഇപ്പൊ അവന്റെ ജീവനും കൂടെ നിങ്ങളുടെ മോക്ക് കൊണ്ടുപോകണോ അല്ലേ? അവളുടെ അച്ഛൻ ഇവിടെ ഉണ്ടാവുമ്പോ അവളുടെ ഒരു അഭ്യാസവും നടക്കില്ല. അതെ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സത്യവും തുറന്ന് സമ്മതിച്ച് രാജുവിനെ എനിക്ക് തിരിച്ചു തന്ന ഹരീഷിന്റെ വിവാഹം ഞാൻ ഇപ്പൊ തന്നെ മുടക്കാം. ഇനി പെൺകുട്ടിയെ വിളിക്കാം. ദേ കേട്ടല്ലോ, ഇനി അധിക സമയം നിനക്കില്ല. എന്താ വേണ്ടതെന്ന് നീ തീരുമാനിക്കും. എന്തുപറ്റി? എന്താ പറ്റി? എന്താ എന്താ ചേട്ടാ? എന്ത് തോന്നിയ ദിവസം നിങ്ങൾ ഈ കാണിക്കുന്നേ? ഇവിടെ നിന്ന് ബഹളം വയ്ക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കണം. മനപ്പൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കാം. നാശങ്ങൾ. പ്രായത്തിന് മൂത്തതാണെന്ന് ഞാൻ നോക്കില്ല. ഞങ്ങളുടെ കൊച്ചിന്റെ ജീവൻ വെച്ച നിങ്ങൾ കളിച്ചത്. ഞങ്ങളുടെ ശ്രീകൃഷ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച നിങ്ങളുടെ മകനെ കൊത്തിയെറിയും ഞങ്ങള്. നോക്കിക്കോ. എന്താ എന്തു പറ്റി? എന്താ? നിങ്ങളെ ഞാൻ കുറെ വിളിച്ചതാ, കിട്ടിയില്ല. നമ്മുടെ ശ്രീലക്ഷ്മി അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവളിപ്പോ ആശുപത്രിയില്ല. സീരിയസ് ആണെന്ന് പറഞ്ഞ് അച്ഛൻ വിളിച്ച് ഭയങ്കര കരച്ചില്ല. നിങ്ങൾ വാ, ഞാൻ ടാക്സി വിളിച്ചോണ്ടാ വന്നേ. നിങ്ങൾ കാർ കയറിക്കോ, ഞാൻ സുശീലിന്റെ കൂടെ ബൈക്കിൽ വരാം. രാജു, മതിയായോ നിങ്ങൾക്ക്? എന്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ച ഹരീഷേ, ഒരു പെണ്ണിനെ പ്രണയിക്കുന്നതിലോ അവളുടെ ഇഷ്ടം പറ്റി ജീവിക്കുന്നതിലോ അല്ല. ഒരുമിച്ച് ജീവിക്കാൻ ധൈര്യമില്ലാത്തവൻ ഇതിനൊന്ന് ഇറങ്ങി തിരിക്കരുത്. നിനക്കിപ്പോ സമാധാനമായടാ. നീ ജീവിക്കേ. നിന്റെ അമ്മയും അനിയത്തി പറഞ്ഞ പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കേ. രാജു, വാ നമുക്ക് പോവാം. രാജുട്ടാ,
അമ്മയുടെയും രമ്യയുടെയും നിർബന്ധത്തിനും ഭീഷണിക്കും വഴങ്ങിയാണ് മനസ്സിന് ഇഷ്ടമല്ലാത്ത ഈ വിവാഹത്തിന് ഞാനിവിടെ വന്നിരുന്നത്. ഞാൻ സ്ത്രീയെ സ്നേഹിച്ചത് ഒരുമിച്ച് ജീവിക്കാനാ. പക്ഷേ ഇവരതെന്നെ സമ്മതിക്കില്ല. സ്ത്രീക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. രാജുവേട്ടൻ എന്നോട് ക്ഷമിക്കണം. രാജുവേട്ടൻ പറഞ്ഞതുപോലെ ഞാനൊരു ഭീരുവായിപ്പോയി. ഇനി ജീവിക്കാൻ ഞാൻ യോഗ്യനല്ല. മോനെ, എന്താ ഈ കാണിക്കുന്നെ? ദാ, മോനെ, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. വേണ്ട. മോനെ, എന്താ ഈ കാണിക്കുന്നെ? വേണ്ട. നീ പോടി. നീ ഇതിനെല്ലാം കാരണം. പറയുന്ന കേക്ക്. ദാ, എന്നെ വിട്. ഹരീഷ്, വേണ്ട. ഹരീഷ്, വേണ്ട. ആരെങ്കിലും ചെക്കൻ്റെ കയ്യിൽ കുപ്പി പിടിച്ചു വാങ്ങ്. ഹരീഷ്, വേണ്ട. ഹരീഷ്, വേണ്ട. എടാ, മോനെ, അയ്യോ. ഹരീഷ്, വേണ്ട. അത് കുടിക്കല്ലേ? എടാ, എന്താണ് ഈ കാണിക്കുന്നെ? കരയാതെ നമ്മൾ ശ്രീലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കില്ല. എന്റെ ദൈവങ്ങളെ, ഒരാപത്തും കൂടാതെ എന്റെ മോളെ തിരിച്ചു തരണേ. സിസ്റ്ററെ, ശ്രീലക്ഷ്മി എങ്ങനെയുണ്ട്? ബോധം തെളിഞ്ഞിട്ടില്ല. ഡോക്ടർ ഒരു ആക്സിഡന്റ് കേസിലാ, ഇപ്പൊ വരും. അച്ഛനത് എവിടേക്കാ പോകുന്നത്? നീ മാറിക്ക്, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരട്ടെ. അച്ഛ ഇങ്ങനെ ധൃതി വെച്ചാലും ഡോക്ടർ വരില്ല. അച്ഛൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അവിടെ ജീവന് വേണ്ടി പെടുന്നത് എന്റെ മോളാ. നീ മാറിക്ക്. പ്രിയ, നീയെങ്കിലും ഒന്ന് പറ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയതിൽ പ്രശ്നവും. മോനെ, ഹരീഷ്, ഹരീഷ്. എന്റെ മോനെ. എന്റെ മോനെ കണ്ണും കലാശം കാണിച്ച് മയക്കി ഇപ്പൊ അവന്റെ ജീവനും കൂടെ നിങ്ങളുടെ മോക്ക് കൊണ്ടുപോകണോ അല്ലേ? നിങ്ങൾ എങ്ങനെ അവന്റെ ജീവനെ അവളുടെ കൂടെ കൊണ്ടുവന്ന് വ്യാമോഹിക്കണ്ട. എന്റെ മകനെ എത്ര ലക്ഷം മുടക്കിയും ഞാൻ രക്ഷപ്പെടുത്തും. നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത്? ഇങ്ങനെ കണ്ണിച്ചോരല്ലേ സംസാരിക്കരുത്. സംസാരിച്ച നീ എന്ത് ചെയ്യൂടാ? എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച എല്ലാത്തിനും ഞാൻ ശരിയാക്കും. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. എന്നെ വീട് വേണ്ടുമ്പോളെ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി നിങ്ങളെ മകനെ രക്ഷപ്പെടുത്തുമെന്ന്? നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുത്തുമെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ജയിലിൽ പോയി കിടക്കുന്നേ? ജയിലിൽ കിടക്കാൻ പോകുന്നത് നിങ്ങളാ. നിങ്ങളുടെ മകളുടെയും നിങ്ങളെയും പേരടി വെച്ചിട്ടാ ഞങ്ങളെ കൊച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.